ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് നവംബർ മാസത്തിലെ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ ഈ ഒരു പാർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ആദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം വർക്കലയിൽ നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം വർക്കലയിൽ നടന്നു. ഇനി ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസമാണ് സമുദ്രശക്തി. എന്താണ്? ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസമാണ് സമുദ്രശക്തി. ഇനി ലഡാക്കിലാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹനഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത്. ലഡാക്കിലാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹനഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത്. ഇനി ഭാവന ചൗധരി അതിർത്തി രക്ഷാസേനയുടെ അതായത് BSF ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായി. എന്താണ്? ഭാവന ചൗധരി അതിർത്തി രക്ഷാസേനയുടെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായി. ഇനി ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനൻ്റ് കേണൽ പദവി. എന്താണ്? ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനൻ്റ് കേണൽ പദവി. ഇനി ദീപിക പദുകോൺ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായി. എന്താണ്? ദീപിക പദുകോൺ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായി. ഇനി EP ജയരാജൻ്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം പുറത്തിറങ്ങുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. EP ജയരാജൻ്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം പുറത്തിറങ്ങുന്നു. ഇനി ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വായ്. എന്താണ്? ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വായ്. ഇനി സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്പീഡിയ. എന്താണ്? സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്പീഡിയ. ഇനി കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി-2. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി-2. ഇനി ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത്. എന്താണ്? ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത്. ഇതുവരെയും നമ്മൾ ജാനുവരി തൊട്ട് നവംബർ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് വരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും അത് കണ്ടിട്ടില്ലാത്തവർ ചാനലിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.